ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഈദ് മുബാറക്. നമ്മൾ ബയ്യായിട്ട് ഇന്നത്തെ കുക്കിങ്ങിനുള്ള കട്ടിങ് ഏറ്റെടുത്തത് ബയ്യ സവാളയും തക്കാളിയും ഒക്കെ വൈതനങ്ങൊക്കെ ഏറ്റിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാനോട് വെച്ചിരുന്ന എന്താ സ്പെഷ്യൽ. അപ്പോൾ ഉമ്മാനു ഞാൻ തമിഴ്നാട് സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 അനിയന്മാർ വന്നിട്ടുണ്ട്. അവർ ഫുള്ള് ചാറ്റിങ് തന്നെ കേട്ടോ, ഫോട്ടോ എഡിറ്റ് ചെയ്യലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ കുക്കിങ്ങിന് മെയിനായിട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ മൂപ്പര് ഇപ്പോൾ തക്കാളിയിലൊക്കെ വാട്ടി ബിരിയാണിക്കല്ല നെയ്ച്ചോറിനുള്ള മസാല ഇട്ടത് കണ്ട വെച്ച ബിരിയാണിയാണെന്ന് ആ കുക്കിങ്ങിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി, അനിയൻ ഫ്രണ്ട്സോ എല്ലാവരും ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ബയ്യക്ക് എന്താ പണി ചോദിച്ചാൽ പുതിനേൻ്റെ കമ്പുണ്ട്, അതെടുത്താണ്ട് കുഴിച്ചിട്ട് മുളച്ച് വരും എന്ന് പറഞ്ഞാണ്ട് ആ പരിപാടി തുടങ്ങിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോള്, ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അനിയൻ പറഞ്ഞു ചിക്കൻ പൊരിച്ചതില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ലാറുണ്ട്. അവൻ ചിക്കൻ പൊരിക്കാനുള്ള മസാല ഒക്കെ കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് പായസം, അത് നിർബന്ധമാണ് പെരുന്നാൾക്ക് കേട്ടോ. ഇതാണ് ദാൽച്ച. ദാൽച്ച പറഞ്ഞാൽ നമ്മൾ സാമ്പാറിൽ മട്ടൻ ഇട്ടാണ്ട് ഉണ്ടാക്കുന്ന തമിഴ്നാട് സ്പെഷ്യലാണ്. പിന്നെ നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഡേക്സ് നല്ല പോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ പായസത്തിൽ എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഫൈനൽ നമ്മളെ ദമ്മ് പൊട്ടിക്കുകയാണ്. ദമ്മ് പൊട്ടിപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അതാണ് തമിഴ്നാട് സ്പെഷ്യൽ നെയ്ച്ചോറ്. അടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നല്ല പോലെ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പല ഫ്രണ്ട്സും റിലേറ്റീവും ബ്രദേഴ്സും എല്ലാവരും വന്നപ്പം നല്ല അത് ചോറൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തമിഴ്നാട് സ്പെഷ്യൽ ആണെങ്കിലും നല്ല സൂപ്പറായിട്ടായിരുന്നു വെക്കുന്നത്. ഹസ്ബൻഡ് നല്ല കുക്ക് ചെയ്യും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴുള്ള പരിപാടിയാണിത്. പിന്നെ എല്ലായിടത്തും ഉണ്ടാവണം ഈ പരിപാടി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോകാൻ ഒരൊറ്റ കടത്തും. അപ്പം ഹാപ്പി ഈദ് മുബാറക്.